ഹലോ ഗൈസ്, ഞാൻ രമ്യ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ട്രക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. നമ്മുടെ വയനാടുള്ള മീൻമുട്ടി വാട്ടർഫോൾസിലേക്കാണ് നമ്മളിന്ന് ട്രക്ക് ചെയ്ത് പോകുന്നത്. ഇതൊരു പുകവലി നിരോധിത മേഖലയാണ് കേട്ടോ. നമ്മളപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെ ചെറിയൊരു എൻട്രി ഫ്രീ നമ്മൾ കൊടുക്കാനുണ്ട്. നമുക്ക് കയറുമ്പോൾ തന്നെ ഇതുപോലെ ഇങ്ങനെ അവിടുന്ന് അങ്ങ് മലമുകളിൽ നിന്ന് ഉരുണ്ട് വന്നിരിക്കുന്നത് പോലത്തെ കുറേ പാറക്കൂട്ടങ്ങളാണ് കേട്ടോ കാണാൻ പറ്റുക. ഈ പാറക്കൂട്ടങ്ങളുടെ നടുക്കൂടെയാണ് നമ്മുടെ ഈ വെള്ളച്ചാട്ടം. അവിടുന്ന് വരുന്ന വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നത്. സൂപ്പർബായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് 3 ടയർ ആയിട്ട് എന്ന് വെച്ചാൽ 3 മടക്കുകളായിട്ട് ഇങ്ങനെ ഫോൾഡിങ്സ് ഉള്ള. സാധാരണ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരിടത്ത് വന്ന് വീഴുന്നതാണ്. പക്ഷെ ഇതങ്ങനെയല്ല. ഒരു സ്ഥലത്ത് നിന്ന് വീണ് പിന്നെ അവിടുന്ന് പാറയിൽ കൂടെ വീണ്ടും ഇങ്ങനെ ഫോൾ ചെയ്ത് അങ്ങനെ പോകുന്നതാണ്. അതുകൊണ്ടാണ് ഇതിനെ അങ്ങനെ പറയുന്നത്. നമ്മൾ ട്രക്ക് ചെയ്യുന്ന പോയിന്റിൽ നിന്ന്, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് 300 മീറ്റർ ഹൈറ്റിലാണ് കേട്ടോ ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. നടന്നു പോകുന്ന വഴിയെല്ലാം മരങ്ങളും ആ കാടിൻ്റെ നിശബ്ദതയും ഒക്കെ കൊണ്ട് സൂപ്പർബാണ്. ഫ്രണ്ട്സും ഫാമിലിക്കും ആർക്കും വേണമെങ്കിലും ഈസി ആയിട്ട് ട്രക്ക് ചെയ്ത് പോകാൻ പറ്റും. സൂക്ഷിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ, മൊത്തം പാറയായതുകൊണ്ട് നമ്മൾ സ്ലിപ്പാവാതെ സൂക്ഷിക്കണം. പിന്നെ നമ്മൾ പോയ സമയം എന്ന് പറഞ്ഞാൽ അത്ര മഴക്കാലമല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വെള്ളം കുറവായിരുന്നു. പാറയൊക്കെ പിന്നെ അത്യാവശ്യം ഉണങ്ങിയൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് നടന്ന് പോകാനൊന്നും പാടില്ല, റിസ്ക് അല്ലായിരുന്നു. സ്ലിപ്പൊന്നും ആവുന്നുണ്ടായിരുന്നില്ല. നല്ല ക്ലിയർ ആയിട്ടുള്ള പ്യുവർ ആയിട്ടുള്ള ഒരു വാട്ടറാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ ഒഴുകി വരുന്നത് ഒട്ടും പൊല്യൂട്ടഡ് അല്ല. ഞങ്ങളവിടെ നിൽക്കുന്ന ചേച്ചിമാരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് നല്ല വെള്ളമാണോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതിൻ്റെ താഴെ ഇരിക്കുന്ന വീടുകളിലേക്കുള്ള ഒക്കെ വെള്ളത്തിൻ്റെ സപ്ലൈ ഈ ഒരു വാട്ടർഫോളിൽ നിന്നാണെന്ന്. ഇവിടുന്ന് പൈപ്പ് കണക്ഷൻ ഇട്ടിട്ടാണ് താഴേക്ക് ഇവർ വാട്ടർ സപ്ലൈ ചെയ്യുന്നതെന്നാണ് അവിടുത്തെ ചേച്ചിമാർ പറയുന്നത്. ഈ ചേച്ചിമാരെ അവിടെ ഫോറസ്റ്റ് ഗാർഡായിട്ട് നിൽക്കുന്ന ചേച്ചിമാരാണ് കേട്ടോ. നമുക്ക് പോകുന്ന വഴിയിൽ എന്തെങ്കിലും ഗൈഡൻസും സേഫ്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന ഈ ചേച്ചിമാരാണ്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും വഴിയൊക്കെ നിറച്ചും പാറയൊക്കെ നിറഞ്ഞിട്ടുള്ള അങ്ങനത്തെ ഒരു വഴികളാണ്. അങ്ങ് അകലെ ആ ദൂരെ കാണുന്ന അതാണ് നമ്മുടെ വെള്ളച്ചാട്ടം സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ്. എന്നിട്ട് ആ പാറക്കെട്ടുകളിലൂടെ ഈ വെള്ളച്ചാട്ടം അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി വരികയാണ് ചെയ്യുന്നത്. നമുക്കിനി ഈ വഴിയിൽ പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവരിതുപോലെ കയറ് കെട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ കയറ് പിടിച്ചിട്ട് കയറിപ്പോയാൽ മതി. ലാസ്റ്റിൽ നമ്മൾ എത്തിച്ചേരുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടുന്നാണ് നമ്മുടെ ഈ വെള്ളച്ചാട്ടം സ്റ്റാർട്ട് ചെയ്ത് താഴേക്ക് പോകുന്നത്. നമുക്ക് വേനൽക്കാലം ആയതുകൊണ്ട് അത്രയധികം വെള്ളം ഉണ്ടായിരുന്നില്ല. എങ്കിൽ കൂടിയും നമ്മൾ അതിൻ്റെ സൈഡിൽ പോയി നിൽക്കുമ്പം വെള്ളം അത്യാവശ്യം നല്ല ഫോഴ്സിൽ തന്നെയാണ് വരുന്നത്. നല്ല ഫീലാണ്. പിന്നെ ഇത്രയും ദൂരം നമ്മൾ നടന്ന് വന്ന് ഇതിൻ്റെ സൈഡിൽ വന്ന് നിൽക്കുക എന്ന് പറയുന്നത് നല്ല ഫീലാണ്.
നമ്മൾ അവിടെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു പോകുന്ന വഴി എന്ന് പറയുന്നത് ഈ കാണുന്ന വഴിയാണ്. ഇത് ചെറിയൊരു കാട് പോലെ നമുക്ക് തോന്നും, പക്ഷെ ഇതിൻ്റെ അടുത്തൊക്കെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു ഏരിയയിൽ കൂടെ നടന്ന് പോയി താഴേക്ക് ഇറങ്ങി പോവുകയാണ് ചെയ്യുക. പിന്നെ പക്ഷെ ഇവിടെ അടുത്തൊക്കെ ആൾക്കാർ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ, വീടൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ നടന്ന് പോയി കഴിയുമ്പോൾ നമുക്ക് പുറകേക്ക് നോക്കുമ്പം കാണാൻ പറ്റുന്നതാണ് ബാണാസുര മല. നമുക്കിവിടെ നന്നായിട്ട് കാണാം കേട്ടോ. ആ കാണുന്നതാണ് ബാണാസുര മല. അത് സൂപ്പറായിട്ട് അവിടെയും ട്രെക്ക് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.